സന്തോഷ് വർക്കിയെ ആറാട്ടണനാക്കിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ വനിതാ വിനീത തിയേറ്ററാണ്. പക്ഷേ തിയേറ്ററാണ്, വനിത തിയേറ്റർ ഫേമസ് ആയത് എന്നിലൂടെയാണ്, എൻ്റെ മ്യൂച്വലിയാണ്. ഓക്കെ. പക്ഷേ ചില തിയേറ്ററുകളിൽ ഇപ്പോൾ വനിതാ വിനീത പോലുള്ള ചില തിയേറ്ററുകളിൽ ആറാട്ടണൻ ഇപ്പോൾ അപ്രഖ്യാപിത വിലക്ക് നേരിടുന്നു എന്ന് കേട്ടിൽ മാത്രമേ ഉള്ളൂ, വനിതാ തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. എന്തുകൊണ്ടാണ് വനിതാ തിയേറ്റർ ആറാട്ടണനിലൂടെ ഫേമസ് ആയ വനിതാ തിയേറ്റർ ഇപ്പോൾ ആറാട്ടണനെ പ്രവേശിപ്പിക്കാം? ചില സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സോ അവരെ വിളിച്ചു പറഞ്ഞു, അവർ പറഞ്ഞു എന്നെ ആട്ടാറ്റും പേരൊന്നും കയറ്റാൻ പാടില്ല. അല്ല, തിയേറ്റർ കൊണ്ട് വൈരാഗ്യമൊന്നുമില്ല, മീഡിയക്കാരും വൈരാഗ്യമുണ്ട്. കാരണം തിയേറ്റർ കൊണ്ട് ഇത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ അവർ ബാധിക്കും. മീഡിയക്കാരെ ആണെങ്കിൽ അവർക്ക് അടുത്ത പ്രൊമോഷൻ വിളിക്കില്ല. അതുകൊണ്ടൊക്കെയാണ്, അവർക്ക് വ്യക്തിപരമായിട്ട് ദേഷ്യമൊന്നുമില്ല, ഇത് സിനിമാക്കാർ കളിക്കുന്ന കളിയാണ്. ഈ സിനിമാക്കാരൊരു ഗുണ്ടായിസമാണ്. അല്ല, ഈ അലിൻ ജോസ് പെരേരയെ അപേക്ഷിച്ച് ആറാട്ടണം കുറച്ചുകൂടി മാന്യമായിട്ടാണ് എല്ലാം പറയാറ്. പക്ഷേ വേറെ കാര്യമുണ്ട്, അലിൻ ജോസ് പെരേര ഇതുവരെ നെഗറ്റീവ് കൊടുത്തിട്ടില്ല. ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. പെരേര ആട്ടെ എല്ലാ സിനിമയും പോസിറ്റീവ് ആണ്. പിന്നെ എന്തിനാ അവർ പുറത്താക്കി മനസ്സിലാവണില്ല. അല്ലേ, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഈ കാണിച്ചു കൂട്ടുന്ന കലാപരിപാടികൾ ചെയ്യുന്നില്ല. ഇപ്പൊ പെരേര കോമാളിത്തരം കാണിക്കുന്നില്ല, ആദ്യമേ കാണിച്ചിട്ടുള്ളൂ. കോമാളിത്തരം എന്തോ പേര് കാണിക്കുന്നുണ്ട് വേറെ. പക്ഷെ അതൊന്നും നല്ല പ്രശ്നങ്ങൾ ഇവിടെ സിനിമാ താരങ്ങൾക്ക് ഇറിറ്റേറ്റ് ആയതുകൊണ്ടാണോ? എനിക്കറിയില്ല, എനിക്കൊന്ന് പബ്ലിഷ് എന്ത് ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, റേപ്പ് എന്തൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇവിടെ എന്ത് ഇറിറ്റേഷൻ എന്ന് പറയണ. ഇവിടെ ഒരു പെണ്ണ് കേസ് വന്നിട്ടില്ല, ഒരു റിവ്യൂവർ ആരുടെ ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ടും ഇല്ല, അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഷാനി എപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ ഫീൽഡ് നോക്കൂ, നിങ്ങളുടെ ഫീൽഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പിന്നെ എന്തിനാണ് വനിത തിയേറ്റർ നോക്കണം. ഓക്കെ. അതായത് പണ്ടൊക്കെ ആറാട്ടണ്ണൻ്റെ റിവ്യൂ ഹിറ്റായ സമയത്തൊക്കെ താരങ്ങളും സംവിധായകരും ഒക്കെ പറഞ്ഞ്, അതല്ല അങ്ങനെയല്ല പറയുന്നത്, അതായത് ചോദ്യം ഇതാണ്, പണ്ടൊക്കെ സംവിധായകരൊക്കെ പറഞ്ഞ് തിയേറ്ററിലൂടെ എത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതേ സംവിധായകരും ആക്ടേഴ്സൊക്കെ ആറാട്ടണ്ണന് ആരാണ് ഇതിൽ കളിക്കാൻ അറിയില്ല, സിനിമാക്കാരെ ആരൊക്കെയാണെന്ന് അറിയില്ല. കാരണം ഈ വനിതാ തിയേറ്ററിലൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റീസ് വരുന്നതാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റീസിനെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ വേണ്ടാന്നുള്ള നിലപാടാണോ? ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ചെയ്യില്ല, ഒരു ഷെയ്ക്കാൻ കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. ഇവരുടെ ഫീൽഡിൽ എന്തൊക്കെയാണ് ഇവർ അനുഭവിക്കുന്നത്. ഈ ഷാനിയപ്പൻ ഇവിടുത്തെ വനിതാ തിയേറ്റർ അവരാണ് തുടങ്ങിയത്, അവരാണ് ഇതും കൂടി മോശം പറഞ്ഞത്. അവരുടെ തിയേറ്റർ നോക്കുക, അവരുടെ ഫീൽഡ് സേഫ് ആണോ? ഈ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ട് അതാദ്യം ശരിയാക്കും. അല്ല, സന്തോഷം അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് വനിതാ തിയേറ്ററിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ പണ്ടൊക്കെ സംവിധായകരും നടന്മാരൊക്കെ? പലരും വിളിച്ചിട്ടുണ്ട്, പല സിനിമാക്കാരെ പെരേനെ വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ട്. ഇന്ന് പോലും ഒരു മൂവിക്ക് വിളിച്ചാണ്. അത് ചില സിനിമക്കാർ വിളിക്കും, ചില സിനിമക്കാർ എതിർക്കും. എന്തെങ്കിലും ഇനിയിപ്പം ഞാനും പേരിൽ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് പോപ്പുലാരിറ്റി ആണ് പ്രശ്നമാണ്. ഞങ്ങളെ കൂടി പരിചയപ്പെടുത്തുന്നു പറഞ്ഞ് ഞങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെയും കൂടി ഞങ്ങൾ ചില ഓഫർ ചെയ്യണം. ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല, പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്. പല ചാനലുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടന് പറഞ്ഞ വിഷ്ണു കൊച്ചിക്കാരൻ ആറാട്ടണന്റെ കൂടെയുള്ള ഇതന്നെ വേറെ ചെറിയ പടങ്ങൾ, വലിയ പടങ്ങൾക്കൊന്നും ഞങ്ങളുടെ ആവശ്യമില്ല. ചെറിയ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല. ആറാട്ടണൻ ഈ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇനി മുതൽ സിനിമ റിവ്യൂ തിയേറ്ററുകളിൽ കൊടുക്കുന്നില്ല, സ്വന്തമായിട്ട് ചാനൽ ഇടുന്നു എന്നുള്ളത്. അതൊക്കെ മാറ്റിയോ? അതൊക്കെ ചെയ്യാൻ പോകുന്നത്. കാരണം തിയേറ്ററിൽ വരുന്ന അവർക്ക് താല്പര്യമില്ല, തിയേറ്ററോടൊന്നും താല്പര്യമില്ല, മീഡിയക്കാർക്ക് താല്പര്യമില്ല. കാരണം അവരെ സിനിമാക്കാർ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് വനിതാ വിനീത തിയേറ്ററിൽ വെച്ച് ഭയങ്കര വൈറലായിട്ടുള്ള ആറാട്ടണ്ണനെ അവിടെ വെച്ച് തല്ലണത് വരെ ഓഡിയൻസ് കണ്ടിട്ടുണ്ട്. അല്ല, വനിതാ വിനീത തിയേറ്ററിൽ വെച്ച് ഫേമസ് ആയ ആറാട്ടണ്ണനെ അവിടെ വെച്ച് തല്ലുകൊള്ളണതും ഈ തിയേറ്ററോണ്ട് പോലീസിനെ വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. വിത്തിൻ സെക്കൻഡ്സ് തന്നെ അറ്റാക്ക് വന്നപ്പോൾ തിയേറ്ററോണ്ട് എന്തൊക്കെ വന്നാലും വിളിക്കേണ്ടതാണ് പോലീസിനെ വിളിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ആറാട്ടണ്ണന്റെ ഒരു ബിഗ് ബോസ് ഹൗസ് ആണോ വനിതാ വിനീത തിയേറ്റർ? ഓരോ ആറാട്ടണ്ണന് ഒരു ബിഗ് ബോസ് ഹൗസ് പോലെയാണോ വനിതാ വിനീത തിയേറ്റർ? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഒരു അതായത് ആറാട്ടണ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ബോസ് ഹൗസ് പോലെയാണോ? ഞാൻ സിനിമയെ കുറിച്ച് മാത്രമല്ല പറയണം, ഞാൻ പല കാര്യം പറയാറുണ്ട്. സിനിമയെ കുറിച്ച് മാത്രമല്ല സംസാരിക്കണം. സിനിമ റിവ്യൂയിലൂടെയാണ് ഞാൻ വൈറലായത്. സിനിമ റിവ്യൂ മാത്രമല്ല, എനിക്കങ്ങനെ വനിതാ തിയേറ്റർ പോകണമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആറാട്ടണ്ണന്റെ വനിതാ തിയേറ്ററിൽ വരാതെ റീച്ച് പറയാൻ സാധ്യതയുണ്ട്. വനിതാ തിയേറ്ററിൽ വന്ന് മീഡിയ മുഴുവൻ അവിടെയാണല്ലോ വരുന്നത്, പക്ഷെ അവിടെ മാറി കഴിഞ്ഞാൽ റീച്ച് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ ആറാട്ടണ്ണനേക്കാൾ ഉപരി സന്തോഷ് വർക്കി എന്നുള്ള വ്യക്തിക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം ഈ ചില ചാനലുകളിലൊക്കെ കുറച്ചും കൂടി പേഴ്സണലായിട്ട് എടുത്ത് ഇന്റർവ്യൂസ് ഒക്കെ നല്ലോണം പോയിട്ടുണ്ട്, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യം. പക്ഷെ എപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആവും. ഏത് ഫീൽഡിലാണ് അപ്പോൾ നിൽക്കണം താല്പര്യം? റിവ്യൂ ഫീൽഡ് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ വേറെ എല്ലാ ത്രൂ ഔട്ട് വേൾഡ് എല്ലാ മലയാളീസിനും അറിയാം. വേണ്ടത് കുറച്ച് കോമാളിത്തരവും കുറച്ച് ഇതുമാണ് വേണ്ടത്. അത് കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള സന്തോഷ് വർക്കി ഇങ്ങനെ കോമാളി ആവണോ? അല്ല, ഞാൻ മണപ്പൂർ കോമാത്രം കാണിച്ചിട്ടില്ല. മീഡിയ ട്രോളന്മാരെ വളച്ചൊടിച്ചതാണ്, അല്ലെങ്കിൽ മണപ്പൂർ കോമാത്രം പറഞ്ഞിട്ടില്ല.